വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വസുമതി ലക്ഷ്മിയെ വഴക്ക് പറഞ്ഞ ശേഷം നിനക്ക് ഇവിടെ നിന്നും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ മുട്ടാനൊരു വാതിലുണ്ട്, ഈ ശാരദാമ്മയുടെ കുടുംബശ്രീ അങ്ങോട്ടത്തേക്ക് വന്നാൽ മതി എന്ന് ലക്ഷ്മിയോട് ശാരദാമ്മ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാകില്ല, അവൾ ഇവിടെ തന്നെ നിന്നോളുമെന്ന് അന്നേരം പ്രീതിയും പറയുകയാണ്. തുടർന്ന് അവരോടൊക്കെ യാത്ര പറഞ്ഞ ശേഷം ശാരദാമ്മയും ശാലിനിയും ഒക്കെ വസുമതിയുടെ വീട്ടിൽ നിന്നും തിരികെ പോരുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് സഞ്ജുവും സ്വാതിയും കൂടി അമ്മുവിൻ്റെ നാട്ടിലേക്ക് എത്തുകയാണ്. അന്നേരം അവിടെ ഇറങ്ങുമ്പോഴേക്കും ഈ നാട്ടിലുള്ളവരെല്ലാം അന്ന് അമ്പലത്തിൽ വന്നിട്ടുള്ളവരാണ്, ആൾക്കാർക്കൊക്കെ എന്നെ തിരിച്ചറിയാൻ സാധിക്കും, അതുകൊണ്ട് സ്വാതിയുടെ കൂടെ പോകാതെ പിന്നാലെ പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് സ്വാതിയുടെ ഒരു കള്ളം പറയുകയാണ് സഞ്ജു. അപ്പച്ചി എന്നെ 2-3 തവണ വിളിച്ചു, ഞാൻ കോൾ അറ്റൻഡ് ചെയ്തിട്ട് വരാമെന്ന്. അങ്ങനെ അമ്മുവിനെ തേടി നടക്കുകയാണ് അവിടെയൊക്കെ സ്വാതി. തുടർന്ന് വീട്ടിൽ നിന്നും പുറത്തേക്ക് സിറ്റൗട്ടിലേക്ക് വരുന്ന വസുമതി അവിടെ പറയൊക്കെ പോയ ശേഷം പടുക്ക മാറ്റിയെടുത്തൊക്കെ ഇലയും പൂവും നെല്ലും ഒക്കെ കിടന്ന് വൃത്തികേടായി കിടക്കുന്നത് കണ്ട് അമ്മുവിനെ ദേഷ്യത്തോടെ വിളിക്കുകയാണ്. അന്നേരം പേടിച്ചാണ് അമ്മു വരുന്നത്. തുടർന്ന് ഇവിടെയൊക്കെ വൃത്തികേടാക്കിയിരിക്കുന്നത് കണ്ടില്ലേ, ഞാൻ വിചാരിച്ചു നീ നിന്റെ പുതിയ രക്ഷകർത്താവിനോടൊപ്പം പോയി കാണും, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് അമ്മുവിനോട് പറയുകയാണ് വസുമതി. ആകെ ദേഷ്യത്തിൽ ആജ്ഞാപിക്കുന്ന പോലെയാണ് അമ്മുവിനോട് വസുമതി സംസാരിക്കുന്നത്. തുടർന്ന് കാണിക്കുന്നത് നരേന്ദ്രൻ വസുമതിയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. പുറത്ത് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടിട്ട് നരേന്ദ്രൻ അകത്തേക്കൊക്കെ വീക്ഷിക്കുകയാണ്. ഇനിയെങ്കിലും അവളെ പേടിപ്പിക്കണ്ട, എൻ്റെ വണ്ടിയുടെ ഹോണോ എന്നെയോ കണ്ടാലായിട്ട് അവൾ പേടിക്കും, അതുകൊണ്ട് പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ചിട്ട് മതി അന്വേഷിക്കൽ എന്ന് പറഞ്ഞിട്ട് വണ്ടി വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിടാനായിട്ട് ഡ്രൈവറോട് നരേന്ദ്രൻ പറയുന്നുണ്ട്. തുടർന്ന് എല്ലായിടവുമൊക്കെ നോക്കുകയാണ് നരേന്ദ്രൻ ആ ഗേറ്റിന് വെളിയിൽ നിന്നുകൊണ്ട് തന്നെ. ഈ സമയത്താണ് സ്വാതി തച്ചിലിടത്തേക്ക് വരുന്നത്. ആദ്യം സ്വാതിയെ കാണുന്നത് നന്ദുവാണ്. നന്ദുട്ടൻ ഓടിച്ചെന്ന് ശ്രീജയോട് പറയുന്നുണ്ട്. തുടർന്ന് ശ്രീജ പുറത്തേക്ക് വന്ന് വാതിൽ തുറക്കുമ്പോൾ ഞാൻ അമ്മുവിനെ കാണാനാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം അമ്മുവിൻ്റെ വീടല്ല ഇതെന്ന് ശ്രീജ പറയുകയാണ്. തുടർന്ന് ഇവിടെ ഒരു മുത്തശ്ശി മരിച്ചില്ലേ ബാലമണി അമ്മ, മുത്തശ്ശി മരിച്ചപ്പോൾ ഞങ്ങളാണ് ഡ്രൈവറെയും കൂട്ടി അയച്ചത് എന്നൊക്കെ സ്വാതി പറയുകയാണ്. തുടർന്ന് സ്വാതിയുടെ സംസാരത്തിൽ നിന്നും ലക്ഷ്മി തന്നെയാണ് അമ്മു എന്ന് ശ്രീജയ്ക്ക് മനസ്സിലാവുകയാണ്. ദൈവമേ, ഈ കുട്ടിയുടെ വീട്ടിലായിരിക്കും അപ്പോൾ ലച്ചു നിന്നത്, ആരെങ്കിലും കേട്ടുകൊണ്ട് വന്നാൽ പ്രശ്നമാകുമല്ലോ എന്ന് പറഞ്ഞ് ചുറ്റുമൊക്കെ നോക്കുകയാണ് ശ്രീജ. എങ്ങനെയും ആരും കാണാതെ സ്വാതിയെ പറഞ്ഞു വിടണം എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി ശ്രീജ സ്വാതിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇവിടെ അമ്മ ഒന്നുമില്ല, ഇത് അമ്മുവിൻ്റെ വീടല്ല എന്നൊക്കെ. അന്നേരം ഇവിടെ നിന്നൊരു കുട്ടിയെ സിറ്റിയിലേക്ക് വിവാഹം കഴിപ്പിച്ച് അയച്ചില്ലേ എന്നൊക്കെ സ്വാതി ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാനും എൻ്റെ ഭർത്താവും മോനും മാത്രമാണ് ഇവിടെ താമസം എന്നൊക്കെ പറഞ്ഞ് ശ്രീജ ഒരുപാട് ദേഷ്യപ്പെടുകയാണ്. എങ്കിൽ നിങ്ങൾ പറയണ്ട, എനിക്കിവിടെ അമ്മു ഇവിടെ തന്നെ ഉണ്ടെന്നറിയാം, ഞാൻ അയൽക്കാരോട് ചോദിച്ചു നോക്കാം എന്നൊക്കെ സ്വാതി പറയുകയാണ്. എങ്കിൽ പോയി അന്വേഷിക്കുക എന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് വാതിലങ്ങ് അടയ്ക്കുകയാണ് ശ്രീജ. ഈ സമയത്ത് വഴിയരികിൽ നിന്ന് ആകെ അങ്ങ് ടെൻഷൻ അടിക്കുകയാണ് സഞ്ജു. ഈ അമ്മു എന്ന് പറയുന്ന പെണ്ണിനെ ഞാനിതുവരെ കണ്ടിട്ടില്ല, ഈ നാട്ടിലേക്ക് വരുന്ന ഓരോ ദിവസവും പ്രശ്നങ്ങളാണ്, ഇനിയിപ്പോൾ അമ്മു തന്നെ ആയിരിക്കുമോ ലച്ചു എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷൻ അടിക്കുകയാണ് സഞ്ജു. ഈ സമയത്ത് വഴിയരികിൽ നിൽക്കുന്ന സഞ്ജുവിനെ ലക്ഷ്മിയുടെ നാട്ടിലുള്ള 2 പേര് കാണുകയാണ്. അന്നേരം അത് നമ്മുടെ ലച്ചുവിൻ്റെ ഭർത്താവല്ലേ എന്ന് അതിലൊരാൾ ചോദിക്കുന്നുണ്ട്. ബാ നമുക്ക് കാര്യങ്ങൾ തിരക്കാമെന്നും പറഞ്ഞ് അവർ 2 പേരും കൂടി സഞ്ജുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഈ സമയത്ത് തന്നെ സ്വാതി തിരിച്ചു വരുന്നുണ്ട്. ഈ 2 കൂട്ടരെയും സഞ്ജു കാണുകയാണ്. പെട്ടെന്ന് വെപ്രാളപ്പെട്ട് സ്വാതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് നമുക്ക് പോകാം, ഈ നാടത്ര കുഴപ്പം പിടിച്ചതാണ്, എന്നാൽ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും എന്നൊക്കെ തർക്കിക്കാൻ നിൽക്കുന്നുണ്ട് സ്വാതി. പക്ഷേ ഏത് വിധേനയും സ്വാതിയെ പിടിച്ച് കാറിലേക്ക് കയറ്റി പെട്ടെന്ന് വണ്ടി ഓടിച്ചു പോവുകയാണ് സഞ്ജു. അന്നേരം ആ ലക്ഷ്മിയുടെ നാട്ടുകാരെന്ന് പറഞ്ഞ ആ 2 പേര് കാറിൻ്റെ പുറകെ ഓടുന്നുണ്ട്. ഒന്ന് നിൽക്കണേ, ഒരു കാര്യം പറയാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. തുടർന്ന് അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് ആശ്വസിക്കുകയാണ് സഞ്ജു. ഈ സമയത്താണ് നരേന്ദ്രൻ വസുമതിയുടെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുന്നത്. അന്നേരം വസുമതി ആരെയോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നരേന്ദ്രനെ വസുമതി കാണുന്നില്ല. തുടർന്ന് ഫോൺ വെച്ച ശേഷവും പടുക്കയുടെ ഇലയും സാധനങ്ങളും ഒന്നും മാറ്റാത്തതിൽ അമ്മു എന്നും പറഞ്ഞ് ഇതുവരെ നീ വൃത്തിയാക്കില്ലേ എന്നും പറഞ്ഞ് അകത്തേക്ക് ദേഷ്യപ്പെട്ട് വിളിക്കുകയാണ് വസുമതി. അന്നേരം എന്തോ ഞാനിതാ വരുന്നു എന്നൊക്കെ ബക്കറ്റും ചൂലും ഒക്കെ എടുക്കുന്ന വെപ്രാളത്തിൽ അമ്മു മറുപടി പറയുന്നുണ്ട്. തുടർന്ന് അമ്മുവിൻ്റെ ശബ്ദം കേട്ട് നരേന്ദ്രൻ അങ്ങ് സന്തോഷിക്കുകയാണ്. അത് ലച്ചുവിൻ്റെ ശബ്ദമല്ലേ, ഇനി ഞാൻ കേട്ടത് മാറിയതായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് നരേന്ദ്രൻ മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി ലച്ചുവിൻ്റെ ശബ്ദമാണോ കേട്ടത് എന്നൊക്കെ ഓർത്ത് ആകെ ടെൻഷൻ ആവുന്നുണ്ട് നരേന്ദ്രന്. തുടർന്ന് തലയൊക്കെ അങ്ങ് 2 കൈ കൊണ്ടും ചൊറിയുകയാണ് നരേന്ദ്രൻ, ലച്ചു എന്നൊക്കെ പറഞ്ഞ്. അന്നേരം അത് വസുമതി കാണുന്നുണ്ട്. അന്നേരം നരേന്ദ്രനെ കണ്ടിട്ട് ഇനി ആരാ അത്, തലയ്ക്ക് സുഖമില്ലാത്ത ആളാണെന്ന് തോന്നുന്നു എന്നൊക്കെ വസുമതി സ്വന്തമായിട്ട് പറയുന്നുണ്ട്. ഈ സമയത്ത് നരേന്ദ്രനും വസുമതി ശ്രദ്ധിക്കുന്നത് കാണുന്നുണ്ട്. ഇനി അവരാണോ അത്, സുമംഗല കുഞ്ഞമ്മ, സുമതിയോ, എന്താണ് അവരുടെ പേര് ഞാൻ മറന്നുപോയല്ലോ എന്നും പറഞ്ഞ് വീണ്ടും വസുമതിയുടെ പേര് മറന്നുപോയ നരേന്ദ്രൻ ആകെ അങ്ങ് ടെൻഷൻ ആവുകയാണ്.
തുടർന്ന് മുറ്റത്തേക്ക് വന്ന് എന്താന്ന് വസുമതി തിരക്കുന്നു. അന്നേരം ഇതല്ലേ ലക്ഷ്മി താമസിക്കുന്ന വീടെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഏത് ലക്ഷ്മി എന്ന് വസുമതി തിരക്കുന്നു. അല്ല, എൻ്റെ ലച്ചു എന്ന് പറയുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളല്ലേ സുഭദ്ര തങ്കച്ചി എന്ന്. അന്നേരം സുഭദ്ര തങ്കച്ചിയോ എന്ന് പറഞ്ഞ് വസുമതി വീണ്ടും ദേഷ്യപ്പെടുകയാണ്. അല്ല, സുമംഗല. അന്നേരം നരേന്ദ്രൻ്റെ ഭാവവും ഒട്ടുമൊക്കെ കണ്ടിട്ട് ആകെ വസുമതിക്ക് ദേഷ്യം വരുന്നുണ്ട്. തുടർന്ന് അവസാനം നരേന്ദ്രൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ പേരെന്താണെന്ന്. നരേന്ദ്രൻ്റെ മട്ടും ഭാവമൊക്കെ ഉണ്ട്. ആകെ ദേഷ്യപ്പെടുന്ന വസുമതി, ഇത് എൻ്റെ വീടാണ്, നിങ്ങൾ എന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് കയറി വന്നത്, ആദ്യം അതിൻ്റെ കാര്യം പറയുകയാണ്. ഈ സമയത്താണ് അവിടെ വൃത്തിയാക്കാനായിട്ട് അമ്മു ചൂലും ബക്കറ്റും ചവറുകോരിയും ഒക്കെ ആയിട്ട് ചിത്രയോടൊപ്പം ഇറങ്ങി വരുന്നത്. അന്നേരം ലച്ചുവിനെ കണ്ടിട്ട് ആകെ അങ്ങ് വാവിളിച്ച് നിൽക്കുകയാണ് നരേന്ദ്രൻ. എന്നാൽ നരേന്ദ്രനിലെ ലക്ഷ്മി കാണുന്നില്ല. ലക്ഷ്മി തറയിലിരുന്ന് പൂവുമെല്ലാമൊക്കെ പെറുക്കിയെടുക്കുകയാണ്. ഈ സമയത്ത് എടീന്ന് നരേന്ദ്രൻ ഉറക്കെ വിളിക്കുകയാണ്. പെട്ടെന്ന് നരേന്ദ്രൻ്റെ ശബ്ദം കേട്ട് ഞെട്ടി എഴുന്നേൽക്കുന്ന ലക്ഷ്മി നരേന്ദ്രനെ കണ്ട് പേടിച്ച് അകത്തേക്ക് കയറി ഓടുകയാണ്. എടീ, നിന്നെ ഇന്ന് ഞാൻ എന്നും പറഞ്ഞ് ലക്ഷ്മിയുടെ പിറകെ അകത്തേക്ക് ഓടുകയാണ് നരേന്ദ്രനും. ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് വസുമതി. തുടർന്ന് ചിത്രയും പ്രീതിയും കൂടി നരേന്ദ്രനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. ചിത്രയും പ്രീതിയും കൂടെ ചേർന്ന് നരേന്ദ്രൻ രണ്ട് കൈയിലും പിടിച്ചു വെച്ചിരിക്കുകയാണ്. അകത്തേക്ക് കയറരുതെന്നും പറഞ്ഞ് അവരെ തട്ടി മാറ്റാനായിട്ട് നരേന്ദ്രൻ ശ്രമിക്കുന്നുണ്ട്. തുടർന്ന് അർജുൻ എന്നും പറഞ്ഞ് വസുമതി ഉറക്കെ വിളിക്കുന്നുണ്ട്. അർജുനേട്ടാന്നും പറഞ്ഞ് പ്രീതിയും ചിത്രയും ഒക്കെ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് ലക്ഷ്മി അകത്തേക്ക് കയറിയ ശേഷം വെളിയിലൂടെ പുറത്തേക്ക് ഏതൊക്കെയോ വഴികളിലൂടെ ആ വീട്ടിന് പുറത്തേക്ക് മതിൽ കടന്ന് പോകുന്നുണ്ട്. തുടർന്ന് ഈ ബഹളവും കരച്ചിലും ഒക്കെ കേട്ട് പുറത്തേക്കിറങ്ങി ഓടി വന്ന അർജുൻ കാണുന്നത് ചിത്രയും പ്രീതിയും കൂടി നരേന്ദ്രനെ ബലമായിട്ട് പിടിച്ചു നിൽക്കുന്നതാണ്. തുടർന്ന് എടാന്നും പറഞ്ഞ് ഓടി വന്ന് നരേന്ദ്രനെ ഒരു കാലുകൊണ്ട് ചവിട്ടി മുറ്റത്തേക്ക് ഇടുകയാണ് അർജുൻ. നമ്മുടെ അമ്മുവിനെ കണ്ട് ഉപദ്രവിക്കാൻ നോക്കിയതാണെന്ന് ചിത്ര പറയുന്നുണ്ട്. തുടർന്ന് നിലത്ത് വീണ് കിടക്കുന്ന നരേന്ദ്രനെ എടുത്ത് പൊതിരെ തല്ലുകയാണ് അർജുൻ. നിനക്ക് എന്താടാ ഇവിടെ കാര്യം? പെണ്ണുങ്ങളുള്ള വീട്ടിൽ കയറി ഉപദ്രവിക്കാൻ വരുന്നോ? അമ്മുവുമായിട്ട് നിനക്ക് എന്താ ബന്ധം എന്നൊക്കെ അർജുൻ ചോദിക്കുന്നുണ്ട്. അന്നേരം അവൾ അമ്മുവല്ല, ലച്ചുവാണ്, എൻ്റെ ലച്ചു എന്നൊരു ഭ്രാന്തനെ പോലെ അങ്ങ് പറയുകയാണ് നരേന്ദ്രൻ. തുടർന്ന് അർജുൻ നരേന്ദ്രനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഗേറ്റിന് വെളിയിലേക്ക് തള്ളുന്നുണ്ട്. ഇവിടെ നിന്നും പോകാൻ പറഞ്ഞ്. അന്നേരം എൻ്റെ ലച്ചു എവിടെ ഉണ്ടെങ്കിലും ഞാൻ വന്ന് കൊണ്ടുപോകും, ഈ നരേന്ദ്രൻ നിനക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് വണ്ടിയിലേക്ക് കയറി പോകുന്നുണ്ട് നരേന്ദ്രൻ. ഈ സമയത്ത് ലക്ഷ്മി അന്വേഷിച്ച് അകത്തേക്ക് പോവുകയാണ് പ്രീതി. ഈ സമയത്ത് അമ്മുവിനെ കാണാനില്ല, ഞാൻ എല്ലായിടത്തും നോക്കിയെന്നും പറഞ്ഞ് പ്രീതി വന്ന് പറയുന്നുണ്ട്. അന്നേരം അവൾ എവിടെയെങ്ങാനും കാണും, നീ ശരിക്കും നോക്കെന്ന് വസുമതി അർജുനോടും പറയുകയാണ്. അന്നേരം ഞാൻ എല്ലായിടത്തും നോക്കി, അവൾ ഇവിടെ നിന്ന് അയാളെ കണ്ട് ഓടിച്ച് പേടിച്ച് പോയതാണ് എന്നൊക്കെ പ്രീതി പറയുന്നു. അന്നേരം അവളെ കാണാനില്ലെങ്കിൽ ഈശ്വര നമ്മളെല്ലാവരും കുടുങ്ങുമല്ലോ എന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കുകയാണ് വസുമതിയും. തുടർന്ന് കാണിക്കുന്നത് സഞ്ജുവിൻ്റെ വീട്ടിലേക്ക് ആകെ ദേഷ്യത്തോടെ വരികയാണ് കാഞ്ചന. കൂടെ പ്രഭയും സ്വാതിയും ഒക്കെയുണ്ട്. അന്നേരം വീട്ടിലേക്ക് വന്ന ശേഷം എല്ലാവരെയും വിളിക്കുന്നുണ്ട് കാഞ്ചന. കൂടെ സഞ്ജുവിനെയും വിളിക്കുകയാണ്. തുടർന്ന് എന്താ പ്രശ്നമെന്നൊക്കെ എല്ലാവരും തിരക്കുകയാണ്. അന്നേരം വിവാഹ നിശ്ചയത്തിന് വല്ല തടസ്സമുണ്ടോ എന്ന് ദിനേശനും ചോദിക്കുന്നുണ്ട്. അന്നേരം കാഞ്ചന പറയുകയാണ്, ഇപ്പോൾ നാളെ നടക്കുന്ന വിവാഹ നിശ്ചയമല്ല, സ്വാതിക്കും സഞ്ജുവിനും പ്രധാനം വീട്ടിൽ നിന്ന് ജോലിക്കാരി വരാത്തതിലാണെന്ന്. അന്നേരം അവൾ ഇതുവരെ തിരിച്ചെത്തിയില്ലേ എന്നൊക്കെ കാഞ്ചന തിരക്കുന്നുണ്ട്. കാഞ്ചനല്ല, കവിത തിരക്കുന്നുണ്ട്. അന്നേരം കാവേരി പറയുകയാണ് അവൾക്ക് വേറെ ഏതെങ്കിലും വീട്ടിൽ നല്ല ശമ്പളം കൂടുതൽ കിട്ടിയപ്പോൾ അവിടെ കയറി കാണുമെന്ന്. തുടർന്ന് കാഞ്ചന പറയുകയാണ് അത് മനസ്സിലാക്കാനുള്ള ബോധം ഇവൾക്ക് വേണ്ടേ, വീട്ടുജോലിക്കാരിയെ വേലക്കാരിയായിട്ട് തന്നെ കാണണമെന്ന്. അന്നേരം സ്വാതി തർക്കിക്കുകയാണ്, അവൾ എനിക്ക് വേലക്കാരിയല്ല, എൻ്റെ സ്വന്തം അനിയത്തിയാണെന്ന്. അതെങ്ങനെ അനിയത്തിയാവുമെന്ന് കവിത തിരക്കുമ്പോൾ കവിതയോടും ദേഷ്യപ്പെടുന്നുണ്ട് സ്വാതി. അതെന്താ ഇളയമ്മേ, ഒരു അമ്മയുടെ വയറ്റിൽ തന്നെ പിറക്കണമെന്നുണ്ടോ അനിയത്തിയാവാൻ? വേറെ ആയാലും അനിയത്തിയാകില്ല എന്നുണ്ടോ എന്ന് ദേഷ്യത്തോടെ തന്നെ കവിതയോടും സ്വാതി ചോദിക്കുന്നുണ്ട്. തുടർന്ന് കാഞ്ചന സങ്കടമൊക്കെ അഭിനയിച്ച് എല്ലാവരുടെയും മുമ്പിലങ്ങ് തകർത്ത് അഭിനയിക്കുകയാണ്. അതും പറഞ്ഞ് തന്നെയാണ് ഇവൾ സഞ്ജുവിനെയും കൂട്ടി അവളെ തേടി ഇറങ്ങിയിരിക്കുന്നത്. അവളുടെ കഴുത്തിൽ ഒരു താലി ഉണ്ടെന്നേ ഉള്ളൂ, ഭർത്താവ് ആരാണെന്നോ ഊരും പേരും പോലും ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ സങ്കടം അഭിനയിച്ച് കാഞ്ചന പറയുന്നു. എല്ലാവരും അതങ്ങ് വിശ്വസിക്കുകയാണ്. തുടർന്ന് ദിനേശനും പ്രഭയോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇത്, ഊരും പേരുമൊന്നും അറിയാത്ത ആളിനെയാണോ വീട്ടിലേക്ക് നിർത്തുന്നത് എന്നൊക്കെ പ്രഭയോടും ചോദിക്കുന്നു. പക്ഷേ ഇതിനൊന്നും മറുപടി ഇല്ലാതെ പ്രഭയും നിൽക്കുകയാണ്. അന്നേരം സ്വാതിയുടെ പക്ഷം പിടിച്ച് ശ്രീദേവി സംസാരിക്കുന്നുണ്ട്. ആ കുട്ടിയോട് ചിലപ്പോൾ സഹതാപം തോന്നിയപ്പോൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാണെന്ന്. അതിനെ കാഞ്ചന പരിഹസിക്കുകയാണ്. ശ്രീദേവിക്ക് ചിലപ്പോൾ സഹതാപം ഉണ്ടാകും, മുകുന്ദേട്ടന് സഹതാപം കൂടിക്കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ. ആ കാഞ്ചനയുടെ സംസാരം സഞ്ജു ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് കവിതയും കാവേരിയും ഒക്കെ സ്വാതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. അന്നേരം കാഞ്ചന പറയുകയാണ്, അതുകൊണ്ടൊന്നും തീർന്നില്ല കാര്യങ്ങൾ, അവൾ തിരികെ വന്നില്ലെങ്കിൽ വിവാഹ നിശ്ചയം മാറ്റിവെക്കണമെന്നാണ് സ്വാതി പറയുന്നതെന്ന്.
അതുതന്നെയാണോ സഞ്ജുവിൻ്റെ അഭിപ്രായമെന്ന് അറിയാനാണ് ഞാൻ ഇവളെയും കൂട്ടി വന്നതെന്ന് കാഞ്ചന പറയുകയാണ്. അന്നേരം മുത്തശ്ശിയും പറയുകയാണ്, ഞങ്ങൾ കുറേ കാലമായി കാത്തിരിക്കുന്നത് ഈ ഒരു ചടങ്ങിന് വേണ്ടിയാണ്, നീ ആരെയും നിരാശരാക്കല്ലേ എന്നൊക്കെ മുത്തശ്ശി സങ്കടത്തോടെ പറയുന്നുണ്ട് സഞ്ജുവിനോട്. തുടർന്ന് മുത്തശ്ശി സങ്കടപ്പെടേണ്ട, ഇന്ന് തന്നെ അവളെക്കുറിച്ചുള്ള വിവരം കിട്ടും, നാളെ തന്നെ എൻഗേജ്മെൻറ്റ് നടക്കുമെന്ന് സഞ്ജു മുത്തശ്ശിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. തുടർന്ന് തൻ്റെ പക്ഷം സ്വാതി പറയുന്നുണ്ട്, അവൾ ഇതുവരെ അവളുടെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല, അവളെ കൊണ്ടുപോയ ടാക്സിക്കാരന് മിസ്സിംഗ് ആണ്, അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കാണ്, പിന്നെ എനിക്കും സഞ്ജുവിനും ഒന്നിച്ച് ജീവിക്കാനായിട്ട് ഒരു വിവാഹ നിശ്ചയത്തിൻ്റെയും ആവശ്യമില്ല എന്നും സ്വാതി പറയുന്നുണ്ട്. ഇത് കേട്ട് സന്തോഷിക്കുകയാണ് സഞ്ജു. അവൾ നിശ്ചയത്തിന് വരണമെന്നൊന്നും എനിക്കില്ല, പക്ഷേ അവൾ എന്നെ ഫോൺ ചെയ്ത് അവൾ സേഫാണെന്ന് എന്നോട് പറയണം, അത്രേ എനിക്ക് വേണ്ടൂ, അല്ലെങ്കിൽ ഈ വിവാഹ നിശ്ചയത്തിന് സ്വാതി ഉണ്ടായില്ല എന്ന് സ്വാതി തറപ്പിച്ച് പറയുകയാണ്. അത്രയും പറഞ്ഞ് സ്വാതി ഇറങ്ങുന്നുണ്ട്. സഞ്ജുവിനെ ഒന്ന് നോക്കിയ ശേഷം സ്വാതി പോകുമ്പോൾ കൂടെ സഞ്ജുവും പോവുകയാണ്. അന്നേരം വീണ്ടും കരയുകയാണ് കാഞ്ചന. ഇത് പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ വന്നത്, അവളുടെ കൂടെ അവനും പോയില്ലേ, നിങ്ങളൊന്ന് സംസാരിക്കുക അവളോടെന്നൊക്കെ കാഞ്ചനയും പ്രഭയും പറയുന്നുണ്ട്. തുടർന്ന് രാജുവിനോട് അവർ പുറത്തുണ്ടോയെന്ന് നോക്കാൻ പറയുകയാണ്. അന്നേരം രാജു നോക്കിയിട്ട് വന്നിട്ട് അവർ രണ്ടുപേരും കാറിൽ കയറി പോയി എന്ന് മറുപടി പറയുകയാണ് പ്രഭയോടും കാഞ്ചനയോടും. തുടർന്ന് കാഞ്ചന അച്ഛനോട് പറയുന്നുണ്ട്, എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത് സഞ്ജുവാണ്, കമ്മീഷണർ ഓഫീസിലും അവൻ്റെ നാട്ടിലും അവളുടെ നാട്ടിലുമൊക്കെ അവനെയും കൊണ്ടാണ് അവൾ പോയത്. അതിനുശേഷം ശ്രീദേവിയെ നോക്കിയും ദേഷ്യത്തോടെ പറയുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയല്ലേ സ്വഭാവം, വിത്ത് ഗുണമല്ലേ വരികയുള്ളൂ, തെരുവിൽ കിടന്നവർക്കൊക്കെ ആശ്വാസമേകാനല്ലേ പണ്ട് നോക്കിയിട്ടുള്ളൂ, ഇപ്പോഴും അതുതന്നെയാണ് സംഭവിക്കുന്നത് എന്ന് ശ്രീദേവിയെ ഒന്ന് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞിട്ട് കാഞ്ചനയും പ്രഭയും ഇറങ്ങുന്നുണ്ട്. തുടർന്ന് തച്ചിലെടുത്ത് മുത്തശ്ശിയുടെ സഞ്ചയനം നടത്തുന്നില്ലേ എന്നൊക്കെ കുഞ്ഞൂട്ടൻ ചോദിക്കുന്നുണ്ട് ആനന്ദവല്ലിയോടൊക്കെ. അന്നേരം ബലിയിടുന്നുണ്ടല്ലോ, ഞായറാഴ്ച സഞ്ചയനമാണ് എന്നൊക്കെ അർജുൻ പറയുകയാണ്. അന്നേരം ശ്രീജ പറയുകയാണ്, കുറിയടിച്ച് എല്ലാവരെയും ക്ഷണിക്കുന്ന കാര്യമാണ് കുഞ്ഞൂട്ടൻ പറയുന്നതെന്ന്. അന്നേരം ഒരു കുറിയടിച്ചതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല, പിന്നല്ലേ സദ്യ വിളമ്പുന്നതെന്നും പറഞ്ഞ് ആനന്ദവല്ലി കളിയാക്കുകയാണ്. തുടർന്ന് അവിടേക്ക് വന്ന നരേന്ദ്രൻ പറയുകയാണ്, തള്ളയുടെ കാര്യത്തിന് വേണ്ടി 1 രൂപ ഞാൻ ചിലവാക്കുമെന്ന് ആരും കരുതണ്ടെന്ന്. അതെന്താടാ നരേന്ദ്ര നീ അങ്ങനെ പറയുന്നത്, ഞങ്ങളുടെ ആവശ്യമായിരുന്നോ എന്ന് ആനന്ദവല്ലി തിരക്കുന്നുണ്ട്. അന്നേരം തള്ള മണ്ണടിഞ്ഞോടുകൂടി എല്ലാ രഹസ്യങ്ങളും കൂടെ പോയില്ലേ എന്ന് നരേന്ദ്രനും പറയുകയാണ്. തുടർന്ന് അർജുനും പറയുകയാണ്, ലക്ഷ്മി വന്നതല്ലേ, അളിയൻ വെപ്രാളം കാണിച്ചുകൊണ്ടല്ലേ അവൾ പോയത്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിച്ചേനെന്ന്. അതേസമയം ഈ സംസാരം എല്ലാം കേട്ടിട്ട് കുഞ്ഞൂട്ടൻ ചിന്തിക്കുകയാണ്, ദൈവമേ ഇനിയിപ്പോൾ ലച്ചുവിനെ വരുത്താൻ വേണ്ടി മുത്തശ്ശി ഇവരെല്ലാം കൂടി കൊന്നതാണോ, അങ്ങനെയാണല്ലോ സംസാരം എന്നൊക്കെ കുഞ്ഞൂട്ടൻ ചിന്തിക്കുന്നുണ്ട്. തുടർന്ന് ആനന്ദവല്ലിയും നരേന്ദ്രൻ തമ്മിൽ സംസാരമൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലച്ചു ഇവിടേക്ക് വരരുതെന്നല്ലേ താല്പര്യമെന്നൊക്കെ നരേന്ദ്രൻ ചോദിക്കുകയാണ്. അന്നേരം എന്നായിടാ ഞങ്ങളും നിങ്ങളുമൊക്കെ ആയത്, ഒരു കുടുംബം പോലെയല്ലേ ഞങ്ങൾ കഴിഞ്ഞിരുന്നത് എന്നൊക്കെ ആനന്ദവല്ലി ചോദിക്കുന്നുണ്ട്. അന്നേരം ലച്ചു തിരിച്ചു വരുന്നത് വരെ നരേന്ദ്രൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കുമെന്ന് പറഞ്ഞ് നരേന്ദ്രൻ അവിടെ നിന്നങ്ങ് പോവുകയാണ്. അന്നേരം അവിടെ നിന്ന് ശ്രീജ പറയുകയാണ്, നരേന്ദ്രേട്ടനെ ഇങ്ങനെയൊക്കെ ആക്കിയത് അമ്മയും അർജുനേട്ടനും കൂടി തന്നെയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ശ്രീജയോട് ദേഷ്യപ്പെടുന്നുണ്ട് ആനന്ദവല്ലി. തുടർന്ന് ആനന്ദവല്ലിയുടെ അടുത്തേക്ക് വന്ന് അർജുൻ പറയുന്നുണ്ട്, അളിയനോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം, അളിയൻ്റെ ഇന്നത്തെ നിലയിൽ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, അമ്മയോടത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന്. കുഞ്ഞൂട്ടനെ ശ്രദ്ധിക്കുന്ന കണ്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അർജുൻ. അന്നേരം ഒന്നുമില്ലാന്നും പറഞ്ഞ് കുഞ്ഞൂട്ടൻ അവിടെ നിന്നും അങ്ങ് പോവുകയാണ്. തുടർന്ന് അർജുനും പ്രീതിയും ഒക്കെ അമ്മുവിനെ കാണാത്തതിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അന്നേരം ചിത്രമെന്ന് പറയുകയാണ്, അമ്മയുടെ മുറിയൊക്കെ നോക്കിയോ, വല്ലതും പോയിട്ടുണ്ടോ എന്നൊക്കെ. അന്നേരം ഇവിടെ നിന്നൊന്നും പോയിട്ടില്ല, സ്വർണ്ണമൊക്കെ ഉണ്ടെന്ന് വസുമതി പറയുന്നുണ്ട്. അന്നേരം എൻ്റെ അടുത്തൊന്നും ഒന്നും പോയിട്ടില്ല എന്ന് ചിത്രയും പറയുകയാണ്. പിന്നെ എന്തിനായി കള്ളിപ്പെണ്ണ് ഇവിടേക്ക് വന്നതെന്ന് വസുമതി ചിന്തിക്കുന്നുണ്ട്. അന്നേരം വീടും പരിസരവും ഒക്കെ നോക്കി വെക്കാനായിട്ട് ആരെങ്കിലും വിട്ടതായിരിക്കും, ഇനി വന്ന് മൂടോടെ എല്ലാം കൊണ്ടുപോകും, ചിലപ്പോൾ കൊലപാതകം വരെ നടത്തിയിട്ടായിരിക്കും പോകുന്നത് എന്നൊക്കെ ചിത്ര പറയുന്നുണ്ട്. അന്നേരം ഇതൊക്കെ കേട്ടങ്ങ് ദേഷ്യവും പേടിയും ഒക്കെ വരുന്നുണ്ട് വസുമതിക്ക്. തുടർന്ന് പ്രീതിയോടും ദേഷ്യപ്പെടുകയാണ് വസുമതി. ഇവളുടെ ചേട്ടനല്ലേ കൊണ്ടുവന്നത്, അന്നേ ഞാൻ അവനോട് ചോദിച്ചതാണ് അവളുടെ ഊരും പേരും ഒക്കെ അറിയാമോ എന്ന്. എന്നിട്ട് അർജുനോട് പറയുകയാണ്, നീ ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല, അവനെ വിളിച്ച് ചോദിക്കുക അവളെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ ഇല്ലയോ എന്നൊക്കെ. അന്നേരം ഞാൻ വിഷ്ണുവിനെ വിളിച്ചിരുന്നു, വിഷ്ണുവിന് അറിയാവുന്ന പെണ്ണ് തന്നെയാണ്, പക്ഷെ അവളിപ്പോൾ എവിടെ ഉണ്ടെന്ന് അറിയില്ല എന്നും അർജുൻ പറയുകയാണ്. തുടർന്ന് ഇപ്പോൾ ഇവിടെ നടന്ന സംഭവങ്ങൾ എവിടെയെങ്കിലും നടക്കുന്നതാണോ, ഒരു പരിചയമില്ലാത്ത ഒരുത്തൻ വീട്ടിൽ നിൽക്കുന്ന പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നു, ഇപ്പോൾ അവളെ കാണാൻ പോലുമില്ല, എവിടെയെങ്കിലും നടക്കുമോ ഇങ്ങനത്തെ സംഭവങ്ങൾ എന്നൊക്കെ വസുമതി ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം പ്രീതിയെ നോക്കിയിട്ട് ചിത്ര എന്ന് പറയുകയാണ്, അത് വീട്ടിൽ നിൽക്കുന്ന പെണ്ണുങ്ങളുടെ സ്വഭാവ വിശേഷം പോലെ ഇരിക്കുമെന്ന്. അത് കേട്ട് പ്രീതിക്കൊന്ന് വിഷമമാകുന്നുണ്ട്. ഇതുപോലെ വേറെ എവിടെയെങ്കിലും ജോലിക്ക് നിന്നിട്ട് അവരെയും പറ്റിച്ചുകൊണ്ട് കടന്നിട്ടായിരിക്കും ഇവിടേക്ക് വന്നതവൾ എന്നൊക്കെ ചിത്ര പറയുകയാണ്. ചിത്രയുടെ സംസാരത്തിലൊക്കെ ആകെ ദേഷ്യപ്പെടുന്നുണ്ട് അർജുൻ. ഒന്ന് മിണ്ടാതിരിക്കുന്നൊക്കെ ചിത്രയോട് പറയുകയാണ് അർജുൻ.
പ്രായം തികഞ്ഞ ഒരു പെണ്ണിനെയാണ് കാണാതിരിക്കുന്നത്, അതും തികച്ചും ദുരൂഹമായ സാഹചര്യത്തിൽ. അപ്പോൾ അവളെ എങ്ങനെയും കണ്ടുപിടിക്കണം എന്നതിനെക്കുറിച്ചല്ലാതെ വൃത്തികെട്ട രീതിയിലാണോ നിങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നത് എന്നൊക്കെ ചിത്രയോടും വസുമതിയോടും ദേഷ്യത്തോടു കൂടി അർജുൻ ചോദിക്കുകയാണ്. അന്നേരം എനിക്കൊരു 100 കിലോ ആശങ്കയുണ്ട്. അത് തൂക്കി വിറ്റാൽ മതിയോ? അല്ലെങ്കിൽ എൻ്റെ പൊന്നുമോനെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കുക, ഇവിടേക്ക് ജോലിക്ക് നിന്ന പെണ്ണിനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അർജുനെ പരിഹസിക്കുകയാണ് വസുമതി. അന്നേരവും ചിത്ര പറയുകയാണ്, അപ്പോൾ അതിന് അവളെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയാമോ? അവളുടെ ഒരു ഫോട്ടോ ഇല്ല, ആധാർ കാർഡ് ഇല്ല, പേര് പോലും കൃത്യമായിട്ട് അറിയില്ല. അമ്മു എന്നാണ് അവൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ കയറി വന്ന ആൾ വിളിച്ചത് ലച്ചു എന്ന്. ഇനി എന്താണെന്ന് നമുക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ ചിത്ര അങ്ങ് പരിഭ്രമിക്കുന്നുണ്ട്. തുടർന്ന് ചിത്രയുടെയും വസുമതിയുടെയും സംസാരത്തിൽ ആകെ ദേഷ്യപ്പെടുകയാണ് അർജുൻ. അന്നേരം വസുമതി പറയുകയാണ്, ഇവിടെ നിന്ന് ജോലിക്ക് നിന്ന പെണ്ണിനെയാണ് കാണാതായിരിക്കുന്നത്. നാളെ അവൾ റോഡിൽ ചത്തുമലച്ച് കിടന്നാലും അതിനുത്തരം പറയേണ്ടത് നീയാണ്. ഈ വീട്ടിൽ പ്രായപൂർത്തിയായ പുരുഷൻ നീ മാത്രമാണ്. നാളെ പോലീസിനോട് പറയാനുള്ള ഉത്തരം നീ തയ്യാറാക്കി വച്ചോന്ന് വസുമതി അർജുനോട് പറയുന്നുണ്ട്. തുടർന്ന് അവരൊക്കെ പോയ ശേഷം നമുക്ക് അവളെ കണ്ടുപിടിക്കണ്ടേ, എങ്ങനെ കണ്ടുപിടിക്കുമെന്നൊക്കെ പ്രീതി പറയുന്നുണ്ട്. അന്നേരം ചിത്ര പറഞ്ഞതുപോലെ നമ്മൾ എന്ത് പറഞ്ഞാണ് പരാതി കൊടുക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിലേക്ക് എവിടെ നിന്നോ കയറി വന്ന ഒരു പെൺകുട്ടി, അവൾ പറയാതെ അങ്ങ് പോയി, അങ്ങനെ അങ്ങ് കരുതിയാൽ മതിയെന്നും പറഞ്ഞ് പ്രീതി ആശ്വസിപ്പിക്കുകയാണ് അർജുൻ. ഈ സമയത്ത് കുടുംബശ്രീയിലെ അടുക്കളയിൽ ശാരദാമ്മ അമ്മുവിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്നുണ്ട്. അന്നേരം എന്താണെന്നും പറഞ്ഞ് ശ്യാമയും ശാലിനിയും ഒക്കെ വരികയാണ്. അന്നേരം ഞാൻ ആ കുട്ടിയെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ സമയത്താണ് വരാന്തയിൽ എന്തോ പാത്രം വീഴുന്ന ശബ്ദം കേൾക്കുന്നത്. അന്നേരം അവർ 3 പേരും കൂടി വന്ന് മുറ്റത്തേക്കൊക്കെ നോക്കുന്നുണ്ട്. തുടർന്ന് ശ്യാമ ലൈറ്റ് ഇടുമ്പോൾ ഒരു മൂലയ്ക്ക് മുഖം പൊത്തിപ്പിടിച്ചിരിക്കുകയാണ് അമ്മു. അന്നേരം എന്നെ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞ് ശാലിനി ചെന്ന് അമ്മുവിനെ പിടിക്കുമ്പോൾ പറയുന്നുണ്ട്. തുടർന്ന് 2 കൈയും അമ്മുവിൻ്റെ മുഖത്തു നിന്നും ശാലിനി പിടിച്ചു മാറ്റി അമ്മു എന്ന് വിളിക്കുന്നു. അന്നേരം എല്ലാവരെയും നോക്കുകയാണ് അമ്മു. തുടർന്ന് ആകെ പേടിച്ച് നിൽക്കുന്ന അമ്മുവിനെ പിടിച്ചെണിപ്പിക്കുകയാണ് ശാലിനി. എങ്ങനെ ഇവിടെ എത്തിയെന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം നടന്ന സംഭവങ്ങളൊക്കെ അമ്മു ശാരദാമ്മയോട് ശാലിനിയോടും പറയുകയാണ്. നരേന്ദ്രൻ വന്നതും അമ്മു അവിടെ നിന്നും ഇറങ്ങി ഓടിയതുമൊക്കെ. തുടർന്ന് അമ്മു എങ്ങനെ ഇവിടെ എത്തിയെന്ന് ശാലിനി ചോദിക്കുകയാണ്. അന്നേരം ജീവനും കൈപ്പിടിച്ച് ഞാൻ ഇറങ്ങി ഓടി. പകല് പല വഴികളിലൂടെയും നടന്നു. പിന്നീട് ബസ് സ്റ്റാൻഡിലൊക്കെ പോയിരുന്നു. ഇരുട്ട് വീണ് തുടങ്ങിയപ്പോൾ എനിക്ക് പേടിയായി. പിന്നെ ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ ഇറങ്ങി വന്നപ്പോൾ കുറേ ആളുകൾ എൻ്റെ പുറകെ വന്നു. അവർ നന്നായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ മുന്നേ നടക്കുമ്പോഴാണ് ഇവിടെ ലൈറ്റ് കിടക്കുന്നത് കണ്ടത്. അങ്ങനെ ഞാനിവിടേക്ക് ഓടിക്കയറിയതാണ് എന്ന് അമ്മു പറയുന്നുണ്ട്. ഇവിടെ നിന്നെ വന്ന് ആരും ഉപദ്രവിക്കില്ല, ഇതെൻ്റെ വീടാണെന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം ഒരു രാത്രി ഞാനിവിടെ നിന്നോട്ടെ, നാളെ എവിടേക്കെങ്കിലും പൊയ്ക്കോളാമെന്ന് അമ്മ ചോദിക്കുകയാണ്. അന്നേരം നാളെ നീ എന്ത് ചെയ്യും? നിനക്ക് വേറെ ഒരു വഴിയും ഇല്ലെന്നല്ലേ പറഞ്ഞതെന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്. അങ്ങനെ ഒരു വഴി തെളിയുന്നത് വരെ, അല്ലെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പോകുന്നത് വരെ ഇവിടെ നിൽക്കാമെന്ന് ശാരദാമ്മ പറയുകയാണ്. അന്നേരം നന്ദിയുണ്ട് ശാരദാമ്മയെന്നും പറഞ്ഞ് തൊഴുകയാണ് അമ്മു. അന്നേരം ശാരദാമ്മയല്ല, നേരത്തെ നീ അമ്മയെന്നല്ലേ വിളിച്ചത്, അങ്ങനെ വിളിച്ചാൽ മതി എന്ന് ശാരദാമ്മ പറയുകയാണ്. തുടർന്ന് ശാരദാമ്മ ശ്യാമയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതെൻ്റെ ഇളയ മോളാണ്. പിന്നെ ശാലിനിയെ കാട്ടിയിട്ട് പറയുകയാണ്, ഇവൾക്ക് മേലെ ഒരാളുണ്ട്, അവളങ്ങ് ഭർത്താവിൻ്റെ കൂടെയാണ്. പെൺമക്കൾ ഒരു ഭാരമല്ല, എനിക്ക് ഭാഗ്യമാണെന്ന് ശാരദാമ്മ അമ്മുവിനോട് പറയുകയാണ്. തുടർന്ന് അമ്മുവിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ശാലിനി. ഭക്ഷണം എടുത്ത് വെക്കാമെന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. അതേസമയം അവരൊക്കെ അകത്തേക്ക് പോയ ശേഷം ശ്യാമ ഓർക്കുകയാണ്, ഈ കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. തുടർന്ന് അമ്മുവിൻ്റെ കാര്യം പറഞ്ഞ് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സ്വാതിയോട് പ്രഭ ചോദിക്കുകയാണ്, ഇങ്ങനെ മോള് ടെൻഷൻ അടിക്കല്ലേ, ഞാനൊരു BP പേഷ്യൻ്റാണെന്നറിയല്ലേ, എനിക്കും ഇത്രയും ടെൻഷനൊന്നും തരരുതെന്ന്. അന്നേരം കാഞ്ചനയും പറയുകയാണ്, എവിടെ നിന്നോ കൊണ്ടുവന്ന ഒരു പെണ്ണിനെക്കുറിച്ച് ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, അവൾ കാരണം എൻഗേജ്മെൻറ്റാണ് മുടങ്ങാൻ പോകുന്നതെന്ന്. അന്നേരം എൻഗേജ്മെൻറ്റ് മുടങ്ങുന്നു എന്നൊന്നും താൻ പറയരുതെന്നൊക്കെ പ്രഭയും പറയുകയാണ്. അന്നേരം അവൾ തറവാട്ടിൽ വെച്ച് പറഞ്ഞത് കേട്ടില്ലേ, അങ്ങനെയല്ലേ പറഞ്ഞതെന്നും പറഞ്ഞ് കാഞ്ചന വീണ്ടും സ്വാതിയോട് ദേഷ്യപ്പെടുകയാണ്. അന്നേരം സ്വാതി പറയുകയാണ്, എൻഗേജ്മെൻറ്റ് മുടങ്ങുമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അമ്മുവിൻ്റെ വിവരം കിട്ടും, അത് കിട്ടിയിട്ട് എൻഗേജ്മെൻറ്റ് നടക്കുമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് സ്വാതിയും പറയുകയാണ്. അന്നേരം നിങ്ങൾ പോയത് അമ്മുവിൻ്റെ വീട്ടിലേക്ക് തന്നെയാണോ എന്നൊക്കെ പ്രഭ ചോദിക്കുന്നുണ്ട്. അവളുടെ മുത്തശ്ശിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ബാലാമണി അമ്മ എന്ന്, ആ പേര് വെച്ചാണ് ഞങ്ങൾ പോയതെന്ന് സ്വാതി പറയുകയാണ്. അന്നേരം അവളെ തിരക്കി പലരും അവിടെ ചെന്നിട്ടുണ്ടാകും, ആ വീട്ടുകാർ കള്ളം പറഞ്ഞതായിരിക്കും, ഇനിയെങ്കിലും ആ മകളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന പ്രഭയോട് ദേഷ്യപ്പെടുകയാണ് കാഞ്ചന. അത് കേട്ട് ദേഷ്യപ്പെട്ട് സ്വാതി അങ്ങ് പോകുന്നുണ്ട്. അന്നേരം കാഞ്ചന പറയുകയാണ്, സമാധാനത്തോടു കൂടി കഴിഞ്ഞുകൊണ്ടിരുന്ന കുടുംബമാണ് ഞങ്ങളുടേത്, ഇപ്പോൾ ആ പെണ്ണ് വന്ന് കയറിയെന്ന് മുതൽ സമാധാനക്കേട് തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യപ്പെടുകയാണ് കാഞ്ചന. തുടർന്ന് റൂമിലേക്ക് ചെല്ലുന്ന സ്വാതി അമ്മുവിൻ്റെ സിന്ദൂരടപ്പ് അവിടെ ഇരിക്കുന്നത് കണ്ട് അതെടുത്ത് സങ്കടപ്പെടുകയാണ്. അമ്മു, നീ എവിടെയാണ്? നീ എന്നോട് കാണിച്ച സ്നേഹമൊക്കെ കപടമായിരുന്നോ? നിന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സ്വാതി കരയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് ലേറ്റസ്റ്റ് എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.